നമസ്കാരം പ്രിയപ്പെട്ട +1 ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ. നമ്മുടെ പൊതുപരീക്ഷ സെപ്റ്റംബർ 6 തുടങ്ങുകയാണല്ലോ. ഇനിയും ഒരു മാസത്തിലധികം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് സമയമുണ്ട്. എല്ലാവരും റിവിഷൻ്റെ തിരക്കിലായിരിക്കും. ഇന്ന് +1 പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ 80 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇത്തവണ അത് 160 മാർക്കിനാണ്. ചോദ്യപേപ്പർ പരിചയപ്പെടാനുള്ള കൂൾ ഓഫ് ടൈം 15 മിനിറ്റിൽ നിന്നും 20 മിനിറ്റായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ കൂൾ ഓഫ് ടൈം അടക്കം 2.5 മണിക്കൂറാണ് പരീക്ഷ എഴുതാനുള്ള സമയം. 160 മാർക്കിൻ്റെ 75% ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി 40 മാർക്കിന് അൺഫോക്കസ്ഡ് ഏരിയ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങളിൽ നിന്നുമായിരിക്കും ചോദ്യങ്ങൾ. ഇതിൽ തന്നെ 1 മാർക്ക്, 2, 3, 4, 5, 8 മാർക്ക് എന്നിങ്ങനെയാണ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുക. ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാലും A+ നേടാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ആദ്യമായി ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന നിങ്ങൾ ചോദ്യപേപ്പർ മാതൃക മനസ്സിലാക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്ക് ഗുണം ചെയ്യും. നമ്മുടെ ചോദ്യപേപ്പറിൽ മാപ്പ് ചോദ്യമടക്കം 30 മാർക്കിനായിരിക്കും 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 വേർഡ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. പിന്നെ 2 മുതൽ 8 മാർക്ക് വരെയുള്ള നേരിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ചോദ്യപേപ്പർ മനസ്സിലാക്കാം. നമ്മുടെ ചോദ്യപേപ്പറിലെ 1-ാമത്തെ ചോദ്യം മാച്ച് ദി ഫോളോയിങ് ആണ്. അതായത് A-B കോളങ്ങൾ ക്രമപ്പെടുത്താനുള്ള ചോദ്യമാണ്. A കോളത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് B കോളത്തിൽ നിന്നും ശരി ഉത്തരം കണ്ടെത്തുക മാത്രം ചെയ്താൽ മതി. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 1-ാമത്തെ ചോദ്യത്തിൽ നമുക്ക് A കോളം ആദ്യം മനസ്സിലാക്കാം. 1 ഹോമോ ഹാബിലിസ്, 2 ഹോമോ ഇറക്റ്റസ്, 3 ഹോമോ സാപ്പിയൻസ്, 4 അൽറ്റാമിറ, 5 ഷോവേ. ഈ ചോദ്യങ്ങൾക്ക് സമാനമായ ഉത്തരങ്ങൾ നിങ്ങൾ B കോളത്തിൽ നിന്നും കണ്ടെത്തണം. നമുക്കറിയാം ഹോമോ ഹാബിലിസിന് യോജിക്കുന്നത് ഉപകരണ നിർമ്മാതാവ് അല്ലെങ്കിൽ ടൂൾ മേക്കർ. 2-ാമത്തെ ഹോമോ ഇറക്റ്റസ് നിവർന്ന് നടക്കുന്നയാൾ, അപ്രൈറ്റ് മാൻ. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ അല്ലെങ്കിൽ വൈസ് മാൻ. അൽറ്റാമിറ ഗുഹ അത് സ്പെയിനിലാണ്. അതുപോലെ ഷോവേ അത് ഫ്രാൻസിലാണ്. ഇതിൽ ഒരെണ്ണം ശരിയായാൽ 1 മാർക്ക്, മുഴുവൻ 5ഉം ശരിയായാൽ 5 മാർക്ക് നമുക്ക് ലഭിക്കും. നമ്മുടെ 2-ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിലാക്കുക എന്നുള്ളതാണ്. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. ഈ ചോദ്യത്തിൽ ആദ്യം നടന്നത് ആദ്യം എന്ന ക്രമത്തിൽ കാലഗണന അനുസരിച്ച് എഴുതണം. അപ്പോൾ തീർച്ചയായും നമുക്ക് സംഭവിച്ച വർഷം അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പമാണ്. മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ കാലഗണന ശരിയായാൽ മതി, നമുക്ക് മാർക്ക് ലഭിക്കും. ഇവിടെ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1-ാമത്തെ ചോദ്യം ഖലീഫ ഭരണം സ്ഥാപിക്കപ്പെട്ടു, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കാലിഫേറ്റ്. 2-ാമത്തെ ചോദ്യം മുഹമ്മദ് മെക്കയിൽ നിന്നും പലായനം ചെയ്തു, ജേണി ഓഫ് മുഹമ്മദ് ഫ്രം മെക്ക ടു മദീന. 3-ാമത്തെ ചോദ്യം അബ്ബാസിദ് വിപ്ലവം. 4 ഒട്ടക യുദ്ധം. 5 ഉമയ്യദ് ഭരണം. ഇതിൽ ആദ്യം നടന്ന സംഭവങ്ങൾ നമ്മൾ ആദ്യം എഴുതണം. ഏതാണ് ഇതിൽ ആദ്യം സംഭവിച്ചത്? മുഹമ്മദ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. ഹിജ്റ വർഷം CE 622. 2-ാമത് നടന്നത് ഖലീഫ ഭരണം സ്ഥാപിക്കപ്പെട്ടു, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കാലിഫേറ്റ്, CE 632. 3-ാമത് ഒട്ടക യുദ്ധം, ക്യാമൽ വാർ, CE 657. 4-ാമത് ഉമയ്യദ് ഭരണം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഉമയ്യദ് റൂൾ,
സി 661, അവസാനം എഴുതേണ്ടത് അബ്ബാസിദ് റവല്യൂഷൻ സി 750. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ എഴുതേണ്ടത്. 5 മാർക്ക് നമുക്ക് ലഭിക്കും. ചോദ്യപേപ്പറിലെ മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള എ വിഭാഗത്തിലെ 2 ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതുപോലെ ബി വിഭാഗം പൂർത്തിയാക്കുക. ഫൈൻഡ് ദി റിലേഷൻ ബിറ്റ്വീൻ ദി 2 പാർട്സ് ഓഫ് ഐറ്റം എ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഓഫ് ഐറ്റം ബി അക്കോർഡിംഗ്ലി. അതായത് എ ബി എന്നിവയിൽ എയുടെ ചോദ്യവും ഉത്തരവും ഉണ്ടാകും. അതുപോലെ ബിയുടെ ഉത്തരം നിങ്ങൾ എഴുതണം. ഇവിടെയും ഒന്ന് ശരിയായാൽ 1 മാർക്ക് ലഭിക്കും. നമുക്ക് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ഈ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിലെ എ ആസ്റ്റെക്കുകൾ, ഉത്തരം തന്നിട്ടുണ്ട് മെക്സിക്കോ. ബി ഇൻകകൾ ഡാഷ്. നമുക്കറിയാം ഇൻകകൾ എവിടെയായിരുന്നു ഇൻക സംസ്കാരം? പെറുവിലാണ്. അപ്പം നിങ്ങൾ പെറു എന്ന് എഴുതണം. രണ്ടാമത്തെ ചോദ്യം എ ചിനമ്പകൾ, ഉത്തരം ആസ്റ്റെക്കുകൾ. ചിനമ്പാസ്, ആസ്റ്റെക്കുകൾ അവരുടെ കൃത്രിമ ദ്വീപുകളാണ്. ബി ക്യൂപ്പു ഡാഷ്. നമുക്കറിയാം ക്യൂപ്പു എന്നുള്ളത് ഇങ്കകളുടെ കണക്ക് രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമായിരുന്നു, ചരടുകളിൽ കെട്ടുകളൊക്കെ ഇട്ടത്. അപ്പോൾ നിങ്ങൾ അവിടെ ഇങ്കകൾ എന്ന് എഴുതണം. മൂന്നാമത്തെ ചോദ്യം സാൻ സാൽവദോർ, ഉത്തരം കൊളംബസ്. നമുക്കറിയാം സാൻ സാൽവദോർ കൊളംബസ് അമേരിക്കയിലെ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഗോനാഹണി എന്ന ദ്വീപിലാണ് എത്തിയത്. അതിന് അദ്ദേഹം കൊടുത്ത പേരായിരുന്നു സാൻ സാൽവദോർ. ഇനി ബി ബ്രസീൽ ഡാഷ്. ബ്രസീൽ ആരാണ് കണ്ടെത്തിയത്? പോർച്ചുഗീസുകാരനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. നാലാമത്തെ ചോദ്യം എ ലൊംബാർഡുകൾ, ഉത്തരം ഇറ്റലി. ബി വിസിഗോത്തുകൾ ഡാഷ്. നമുക്കറിയാം അവിടുത്തെ നാടോടി ഗോത്ര വിഭാഗമാണ്, സ്പെയിനിലെയാണ്. വിസിഗോത്തുകൾ സ്പെയിൻ. അഞ്ചാമത്തെ ചോദ്യം എ കെച്ചുവ, ഇൻകകളുടെ ഭാഷ കെച്ചുവയായിരുന്നു. ബി ടെനോക്ടിലാൻ ഡാഷ്. നമുക്കറിയാം ആസ്റ്റെക്കുകളുടെ തലസ്ഥാന നഗരമാണ് ടെനോക്ടിലാൻ. നാലാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ആൾട്ടർനേറ്റീവ് ഗിവൺ ബിലോ. കുറേ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ശരി ഉത്തരം ഏതാണ് നോക്കാം. എന്താണ് ചോദ്യം? എ ആദ്യത്തെ ഖലീഫയുടെ പേരെഴുതുക. ഉസ്മാൻ, അലി, അബൂബക്കർ, ഉമർ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻസ്. അതിൽ നമുക്കറിയാം അബൂബക്കറാണ് ആദ്യത്തെ ഖലീഫ, 1 മാർക്ക് ലഭിക്കും. ബി ഉമയ്യദ് രാജവംശത്തിൻ്റെ തലസ്ഥാനം കണ്ടെത്തുക. മദീന, ഡമാസ്കസ്, മക്ക, ഖുറാസാൻ. നമുക്കറിയാം ഡമാസ്കസ് ആണ്. സി ഡോം ഓഫ് ദി റോക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ജെറുസലേം, ബാഗ്ദാദ്, മക്ക, കെയ്റോ. ജെറുസലേമാണ്. അൽമാഗെസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവിൻ്റെ പേരെഴുതുക. യൂക്ലിഡ്, ഫിർദൌസി, അൽബറൂനി, ടോളമി. ടോളമിയാണ് ശരി ഉത്തരം. അവസാന ചോദ്യം എലമെന്റ്സ് എന്ന കൃതിയുടെ കർത്താവാര്? ടോളമി, യൂക്ലിഡ്, ബാലദുരി, മുഖദസി. നമുക്കറിയാം യൂക്ലിഡാണ് എലമെന്റ്സ് എന്നുള്ള കൃതി രചിച്ചത്. അപ്പോൾ ഈ 5 ഉത്തരങ്ങളും ശരിയായാൽ 5 മാർക്ക് ലഭിക്കും. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം എ ബി കോളം തന്നെയാണ്. ചുവടെ തന്നിട്ടുള്ള പട്ടിക ക്രമപ്പെടുത്തുക. സാധാരണഗതിയിൽ ഒരു ചോദ്യം മാത്രമേ ഈ രീതിയിൽ ഉണ്ടാകാറുള്ളൂ. വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം എന്താണ് എ കോളത്തിലുള്ളത്. ജോൺ കെ 1, 2 ജെയിംസ് ഹാർഗ്രീവ്സ്, 3 എഡ്മണ്ട് കാർട്ട്റൈറ്റ്, 4 റിച്ചാർഡ് ആർക്രൈറ്റ്, 5 സാമുവൽ ക്രോംപ്റ്റൺ. അപ്പോൾ വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ പരുത്തി തുണി നെയ്ത്ത് രംഗത്ത് കണ്ടുപിടിക്കപ്പെട്ട ഒട്ടേറെ യന്ത്രങ്ങളും അത് കണ്ടുപിടിച്ച ആളുകളുടെ പേരുകളുമാണ്. ബി കോളത്തിൽ വാട്ടർ ഫ്രെയിം, മ്യൂൾ, ഫ്ലൈയിങ് ഷട്ടിൽ, പവർ ലൂം, സ്പിന്നിങ് ജെന്നി. ഇത് ഓരോന്നും ആരാണ് കണ്ടുപിടിച്ചത്? നമുക്കറിയാം ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ, ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി, എഡ്മണ്ട് കാർട്ട്റൈറ്റ് പവർ ലൂം, റിച്ചാർഡ് ആർക്രൈറ്റ് വാട്ടർ ഫ്രെയിം, സാമുവൽ ക്രോംപ്റ്റൺ മ്യൂൾ. അപ്പോൾ ഈ രീതിയിലാണ് എഴുതേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. നമ്മുടെ ആറാമത്തെ ചോദ്യം ഭൂപട ചോദ്യമാണ്.
ലോകഭൂപടത്തിൻ്റെ രൂപരേഖയിൽ ചുവടെ തന്നിട്ടുള്ളവ അടയാളപ്പെടുത്തുക. മെഡിറ്ററേനിയൻ കടൽ, റെയിൻ നദി, സഹാറ മരുഭൂമി, ഡാന്യൂബ് നദി, കോൺസ്റ്റാന്റിനോപ്പിൾ. മാർക്ക് ദി ഫോളോയിങ് ഓൺ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ദി വേൾഡ്. മെഡിറ്ററേനിയൻ സീ, റൈൻ, സഹാറ ഡെസേർട്ട്, ഡാന്യൂബ്, കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ ലോക ഭൂപടത്തിൽ ഈ സ്ഥലങ്ങൾ നേരിട്ടുള്ള ചോദ്യമാണ്. ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തണം. നമ്മൾ ഇതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ഭൂപടത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ ഇത്രയുമാണ് വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമ്മൾ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കിൻ്റെ 11 ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 11 ചോദ്യങ്ങൾ നമ്മുടെ ഈ ചോദ്യ പേപ്പറിലുണ്ട്. 7ാമത്തെ ചോദ്യം, പ്രാദേശിക തുടർച്ചാ മാതൃകയെക്കുറിച്ച് ഒരു ലഘു കുറിപ്പ് എഴുതുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. മനുഷ്യ ഉൽപ്പത്തിയുടെ കേന്ദ്രം ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല, പല പ്രദേശങ്ങളിലാണ് എന്ന് വാദിക്കുന്ന ആ സിദ്ധാന്തം നിങ്ങൾ എഴുതി വെക്കണം. അടുത്ത ചോദ്യം, ചെങ്കിസ് ഖാന്റെ കൊറിയർ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളേവ. ബ്രിങ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി കൊറിയർ സിസ്റ്റം ഓഫ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന അദ്ദേഹത്തിൻ്റെ കൊറിയർ സമ്പ്രദായമാണ്. അത് അറിയപ്പെടുന്നത് യാം എന്ന പേരിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതണം. അടുത്ത ചോദ്യം, ഡോക്ടർ സന്യാസൻ്റെ ഏതെങ്കിലും 2 തത്വങ്ങൾ എഴുതുക. റൈറ്റ് എനി 2 പ്രിൻസിപ്പിൾസ് ഓഫ് ഡോക്ടർ സന്യാസൻ. നമുക്കറിയാം സന്യാസൻ മുന്നോട്ട് വെച്ച 3 തത്വങ്ങൾ: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇതിലേതെങ്കിലും 2 നിങ്ങൾ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, നവോത്ഥാന മനുഷ്യൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ദി റിനൈസാൻസ് മാൻ? നമുക്കറിയാം പലതരത്തിലുള്ള താല്പര്യങ്ങളും കഴിവുകളുമുള്ള മനുഷ്യരെ വിശേഷിപ്പിക്കുന്നതിനാണ് നവോത്ഥാന മനുഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, അബ്ദുൽ മാലിക്കിൻ്റെ ഏതെങ്കിലും 2 പരിഷ്കാരങ്ങൾ എഴുതുക. റൈറ്റ് എനി 2 റിഫോംസ് ഓഫ് അബ്ദുൽ മാലിക്. ഉമയ്യദ് ഭരണാധികാരിയാണ്. ഒട്ടേറെ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഒന്ന്, അറബി ഭരണഭാഷയായി അദ്ദേഹം സ്വീകരിച്ചു. ഒരു ഇസ്ലാമിക നാണയ വ്യവസ്ഥ അദ്ദേഹം നടപ്പിലാക്കി. അതുപോലെ ജെറുസലേമിൽ അദ്ദേഹം ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു. അടുത്ത ചോദ്യം, ഫ്യൂഡലിസം എന്നാൽ എന്ത്? വാട്ട് ഈസ് ഫ്യൂഡലിസം? നമുക്കറിയാം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നിയമബന്ധങ്ങളെയാണ് ചരിത്രകാരന്മാർ ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. 13ാമത്തെ ചോദ്യം, മാനവികതയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ 2 ഇറ്റാലിയൻ സർവകലാശാലകളുടെ പേരെഴുതുക. റൈറ്റ് ദി നെയിംസ് ഓഫ് 2 ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസ് ദാറ്റ് പേവ്ഡ് ദി വേ ഫോർ ദി ഗ്രോത്ത് ഓഫ് ഹ്യൂമനിസം. 2 പ്രധാനപ്പെട്ട സർവകലാശാലകൾ, ഒന്ന് പാദുവ, മറ്റൊന്ന് ബൊളോഗ്ന. അടുത്ത ചോദ്യം, ലിയനാർഡോ ഡാവിഞ്ചിയുടെ 2 ചിത്രങ്ങളുടെ പേരെഴുതുക. നെയിം ദി 2 പെയിന്റിങ്സ് ഓഫ് ലിയനാർഡോ ഡാവിഞ്ചി. ഒന്ന് വിശ്വപ്രസിദ്ധ മോണോലിസ, അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. അടുത്ത ചോദ്യം, അമേരിക്കയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ സ്പെയിനിനെ സഹായിച്ചത് ആരൊക്കെയാണ്? ഹൂ ഹെൽപ്ഡ് സ്പെയിൻ ടു എസ്റ്റാബ്ലിഷ് ആൻ എംപയർ ഇൻ അമേരിക്ക. പ്രധാനപ്പെട്ട 2 പേരാണ്. ഒന്ന് ഹെർണൻ കോർട്ടസ്, ഫ്രാൻസിസ്കോ പിസാറോ. ഇവരാണ് 2 പേര്. അടുത്ത ചോദ്യം, വ്യാവസായിക വിപ്ലവം എന്നാൽ എന്ത്? വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? നമ്മൾ പഠിച്ചതാണ്. 1780-കൾക്കും 1850-കൾക്കും മധ്യേ ഇംഗ്ലണ്ടിലെ വ്യവസായം, സമ്പദ് വ്യവസ്ഥ എന്നിവയിലുണ്ടായ പരിവർത്തനത്തെയാണ് 1ാം വ്യാവസായിക വിപ്ലവം എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, എന്താണ് റിയലിസം? വാട്ട് ഈസ് റിയലിസം? നമുക്കറിയാം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നവോത്ഥാന കലയുടെ മുഖ്യ സവിശേഷത റിയലിസമാണ്. റിയലിസ്റ്റിക് ആയിട്ട് ചിത്രകല, ശില്പകല എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന രീതി, യഥാർത്ഥമായി കാര്യങ്ങൾ ചിത്രീകരിക്കുക, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ, അതൊക്കെയായിരുന്നു റിയലിസത്തിൻ്റെ സവിശേഷത. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടുണ്ട്. 18ാമത്തെ ചോദ്യം, എന്താണ് മനോറിയൽ എസ്റ്റേറ്റ്? വാട്ട് ഈസ് മനോറിയൽ എസ്റ്റേറ്റ്? നമ്മൾ
ഈ 3 സാമൂഹ്യ വിഭാഗങ്ങൾ എന്നുള്ള അധ്യായത്തിൽ നിന്നാണ് ഈ ചോദ്യം. 3 സാമൂഹ്യ വിഭാഗങ്ങൾ മധ്യകാല യൂറോപ്പിലെ പ്രഭുവർഗത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട, പ്രഭുവിൻ്റെ വീട് അറിയപ്പെടുന്ന മാനർ എന്നാണ്. ഈ മാനർ മാത്രമല്ല, അതിനു ചുറ്റുമുള്ള എസ്റ്റേറ്റുകൾ, കൃഷിയിടങ്ങൾ, നിത്യജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട വിശാലമായ പ്രദേശം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. അടുത്ത ചോദ്യം, ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുക. മെൻഷൻ എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ. ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞാൽ ദക്ഷിണദേശത്തെ വാനരൻ, ചെറിയ മസ്തിഷ്കം, കൂടുതൽ ഉന്തിയ താടിയല്, വലിയ പല്ലുകൾ, വനവാസികൾ. ഹോമോ മനുഷ്യൻ, വലിയ മസ്തിഷ്കം, കുറച്ചുന്തിയ താടിയല്, ചെറിയ പല്ലുകൾ, പുൽമേടുകളിൽ വസിക്കുന്നു. നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ. 3 മാർക്കിന്റെ അടുത്ത ചോദ്യം, കോപ്പർനിക്കസിന്റെ സൂര്യകേന്ദ്രീകൃത സിദ്ധാന്തം വിവരിക്കുക. എക്സ്പ്ലെയിൻ ദി ഹെലിയോസെൻട്രിക് തിയറി ഓഫ് കോപ്പർനിക്കസ്. നമുക്കറിയാം കോപ്പർനിക്കസ് എന്താണ് ഈ ഹെലിയോസെൻട്രിക് തിയറി? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും സൂര്യനെ പ്രദക്ഷിണം വെക്കുകയാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. നെക്സ്റ്റ് വൺ, ആസ്റ്റക്കുകൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. സാധൂകരിക്കുക. ദി ആസ്റ്റെക്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ. സബ്സ്റ്റാൻഷിയേറ്റ്. അസ്റ്റക്കുകൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എല്ലാ കുട്ടികളും വിദ്യാലയങ്ങളിലേക്ക് പോകുന്നുണ്ടെന്ന് അവർ കൃത്യമായി ഉറപ്പുവരുത്തിയിരുന്നു. 2 തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒന്ന് കൽമെഗക്ക്, പ്രഭുക്കന്മാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം, അതുപോലെ ടെപ്പോക്കെല്ലി, മറ്റു വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം. ഇതൊക്കെയാണ് വിശദീകരിക്കേണ്ടത്. അടുത്ത ചോദ്യം, മെസൊപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ വിവരിക്കുക. എക്സ്പ്ലെയിൻ ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസൊപ്പൊട്ടേമിയ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് സമതലങ്ങൾ, മലനിരകൾ, കൃഷിക്ക് ഉപയുക്തമായ പ്രദേശം. വടക്ക് ഭാഗം പുൽമേടുകൾ, കാലിമേക്കലിന് അനുയോജ്യമായ പ്രദേശം. കിഴക്ക് ടൈഗ്രീസിന്റെ പോഷക നദികൾ, വിനിമയ മാർഗങ്ങളെല്ലാം ആ പ്രദേശത്താണ്. അതുപോലെ തെക്ക് ഭാഗം മരുഭൂമി പ്രദേശമാണ്. നഗരങ്ങളെല്ലാം ഉത്ഭവിച്ചത് അവിടെയാണ്. ഇനി 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 9 ചോദ്യങ്ങൾ 4 മാർക്കിൻ്റെതായിട്ട് ഉണ്ടാകും. 23ാമത്തെ ചോദ്യം, അബ്ബാസിയ വിപ്ലവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിവരിക്കുക. അനലൈസ് ദി സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു അബ്ബാസിദ് റവല്യൂഷൻ. ഉമയ്യദുകൾക്കെതിരെ കിഴക്കൻ ഇറാനിലെ ഖുറാസാനിൽ പൊട്ടിപ്പുറപ്പെട്ട അബ്ബാസിദ് വിപ്ലവം, അതിനെക്കുറിച്ചാണ് വിശദീകരിച്ച് എഴുതേണ്ടത്. CE 750 ഈ വിപ്ലവം ഉണ്ടായത്. ഉമയ്യദുകളെ അധികാരത്തിന് മാറ്റി. അടുത്ത ചോദ്യം, മംഗോളിയരുടെ അസംബ്ലി, നിയമസംഹിത എന്നിവയുടെ സവിശേഷതകൾ വിവരിക്കുക. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി അസംബ്ലി ആൻഡ് ദി ലീഗൽ കോഡ് ഓഫ് ദി മംഗോൾസ്. അതായത് മംഗോളിയരുടെ ഗോത്രമുഖ്യന്മാരുടെ അസംബ്ലി, കുറിൽറ്റൈസ് എന്നറിയപ്പെടുന്നു. അതുപോലെ ചെങ്കിസ് ഖാന്റെ നിയമസംഹിത, യാസ, ഇവയെക്കുറിച്ചാണ് വിശദീകരിച്ച് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിൽ ആരംഭിക്കാനുള്ള ഘടകങ്ങൾ എന്തെല്ലാം? വൈ ഡിഡ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗിൻ ഇൻ ഇംഗ്ലണ്ട്? നമ്മൾ പഠിച്ച കാരണങ്ങൾ: രാഷ്ട്രീയ സുസ്ഥിരത, പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം, കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം, നഗരങ്ങൾ, വ്യാപാരം, ധനം. ഇത് വിശദീകരിച്ച് എഴുതുക. അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യം, ശാസ്ത്രരംഗത്ത് മെസൊപ്പൊട്ടേമിയ നൽകിയ സംഭാവനകൾ എന്തെല്ലാം? ഇവാലുവേറ്റ് ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസൊപ്പൊട്ടേമിയ ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്. ഗണിതശാസ്ത്രം, കലണ്ടർ നിർമ്മാണം, അതുപോലെ തന്നെ ഈ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിവയെക്കുറിച്ചുള്ള അവരുടെ വിജ്ഞാനത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതണം. അടുത്ത ചോദ്യം, മധ്യകാല യൂറോപ്പിൽ പ്രഭുക്കന്മാർ അനുഭവിച്ച വിശേഷ അധികാരങ്ങൾ ചൂണ്ടിക്കാണിക്കുക. പോയിന്റ് ഔട്ട് ദി സ്പെഷ്യൽ പവേഴ്സ് എൻജോയ്ഡ് ബൈ നോബിൾസ് ഇൻ ദി മിഡീവിയൽ യൂറോപ്യൻ സൊസൈറ്റി. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ ഏറ്റവും ശക്തരായ 2ാമത്തെ വിഭാഗമായ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെക്കുറിച്ചാണ് ഇതിൽ എഴുതേണ്ടത്. എങ്ങനെയാണ് അവർ കർഷകരെ ചൂഷണം ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, സ്വർണത്തിനായുള്ള ഇരച്ചുകയറ്റം എന്നാൽ എന്ത്? അമേരിക്കയിൽ ഇത് ഉളവാക്കിയ സ്വാധീനം വിശകലനം ചെയ്യുക. വാട്ട് വാസ് ഗോൾഡ് റഷ്? അനലൈസ് ഇറ്റ്സ് ഇമ്പാക്ട്സ് ഇൻ അമേരിക്ക. അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്വർണത്തിൻ്റെ അംശം, സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയപ്പോൾ യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് ഇരച്ചു കയറിയ ആ ഗോൾഡ് റഷിനെ കുറിച്ചാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം,
മംഗോളിയൻ സൈന്യത്തെ ചെങ്കിസ് ഖാൻ സംഘടിപ്പിച്ചതെങ്ങനെ? ഹൗ ഡിഡ് ചെങ്കിസ് ഖാൻ ഓർഗനൈസ് ദി മിലിറ്ററി ഓഫ് മംഗോൾസ്? ചെങ്കിസ് ഖാന്റെ സൈനിക സംവിധാനത്തെക്കുറിച്ചാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വിശദീകരിക്കേണ്ടത്. അടുത്തത് കുറിപ്പെഴുതുക. ലോങ് മാർച്ചും മാവോയും. റൈറ്റ് എ നോട്ട് ഓൺ ലോങ് മാർച്ച് ആൻഡ് മാവോ സേ തുങ്. ചൈനയിൽ ചിയാങ് കൈഷേക്കിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാവോ സേ തുങ് നടത്തിയ ഐതിഹാസികമായ ആ ലോങ് മാർച്ച് യാത്രയെക്കുറിച്ചാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ആദിമ മനുഷ്യൻ ഭക്ഷണം നേടിയിരുന്നതെങ്ങനെ? ഹൗ ഡിഡ് ഏർലി മാൻ ഒബ്റ്റെയിൻ ഫുഡ്? നമ്മുടെ ഒന്നാമത്തെ പ്രമേയത്തിലെ ചോദ്യമാണ്. വളരെ എളുപ്പമാണ്, വളരെ വിശദീകരിച്ച് എഴുതണം. ഇനി 5 മാർക്കിന്റെ ചോദ്യമാണ്. കുറച്ച് വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യങ്ങളാണ്. 32ാമത്തെ ചോദ്യം, ഇൻക സംസ്കാരത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻക കൾച്ചർ? ഇപ്പോൾ പെറുവിലെ, അമേരിക്കയിലെ പെറുവിലെ പ്രാചീനമായ ഇൻക സംസ്കാരത്തെക്കുറിച്ച് വിശദീകരിച്ചെഴുതണം. അവരുടെ കുസ്കോ നഗരം, അതുപോലെ തന്നെ അവരുടെ പ്രൗഢിയേറിയ കൊട്ടാരങ്ങളെക്കുറിച്ചും കോട്ടകളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് എഴുതണം. നെക്സ്റ്റ് വൺ, പിൽക്കാല പൗരാണികതയിൽ റോമിലുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ വിശകലനം ചെയ്യുക. അനലൈസ് ദി പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ് ഇൻ റോം ഇൻ ലേറ്റ് ആൻറ്റിക്വിറ്റി. ഡയോക്ലീഷ്യൻ ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, ജസ്റ്റീനിയൻ ചക്രവർത്തി വരെയുള്ള ചക്രവർത്തിമാരുടെ ഭരണത്തെക്കുറിച്ചും അവരുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും വിശദീകരിക്കണം. അടുത്ത ചോദ്യം, മാനവികത വളർത്തുന്നതിൽ സർവകലാശാലകളുടെ പങ്ക് വിവരിക്കുക. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമനിസം. പാതുവ, ബൊളോഗ്ന സർവകലാശാലകളിൽ എങ്ങനെയാണ് മാനവിക വിഷയങ്ങൾക്ക് പ്രാധാന്യം വന്നത്, നിയമപഠനത്തിന് പ്രാധാന്യം വന്നത് എന്നതിനെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത്. അടുത്തത്, മെസൊപ്പൊട്ടേമിയയുടെ എഴുത്തുവിദ്യ തിരിച്ചറിയുക, അതിൻ്റെ സംഭാവനകൾ വിലയിരുത്തുക. ഐഡന്റിഫൈ ദി റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസൊപ്പൊട്ടേമിയ. എക്സ്പ്ലെയിൻ ദി ലെഗസി. മെസൊപ്പൊട്ടേമിയയുടെ ക്യൂണിഫോം എഴുത്തുവിദ്യ, എഴുത്തുരീതി, അതുപോലെ തന്നെ എന്തിനെല്ലാം വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു, എഴുത്തുവിദ്യയുടെ ഉപയോഗം, ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യമാണ്. 5 മാർക്കിന്റെ ചോദ്യത്തിലെ അവസാന ചോദ്യം, ചരിത്രകാരനായ ടാസിറ്റസിന്റെ അഭിപ്രായത്തിൽ റോമൻ സമൂഹത്തിലെ വിഭാഗങ്ങളേവ? സാമൂഹ്യ വിഭാഗങ്ങൾ. വിച്ച് were the classes of Roman society according to the historian Tacitus? റോമൻ സമൂഹത്തിലെ സാമൂഹ്യ ശ്രേണികളെ കുറിച്ചാണ് എഴുതേണ്ടത്. 1 സെനറ്റർമാർ, 2 നൈറ്റുകൾ, 3 മധ്യവർഗം, 4 കീഴാളവർഗം അല്ലെങ്കിൽ ഹ്യൂമിലിയോറസ്, 5 അടിമകൾ. ഇവരെക്കുറിച്ച് വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട്. ഇനി 8 മാർക്കിന്റെ എസ്സേ ചോദ്യമാണ്. 4 ചോദ്യങ്ങളുണ്ടാകും. വളരെ വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യങ്ങളാണ് ഇവ. എന്താണ് ചോദ്യം? ആദ്യത്തെ ചോദ്യം 37, വിജ്ഞാനം, സംസ്കാരം എന്നീ രംഗങ്ങളിൽ ഇസ്ലാം നൽകിയ സംഭാവനകൾ എന്തെല്ലാം? വിശദമാക്കുക. വാട്ട് ആർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇസ്ലാം ഇൻ ദി ഫീൽഡ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ? എക്സ്പ്ലെയിൻ. ഈ എസ്സേക്ക് മാത്രമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ആവർത്തിച്ച് കാണുക. അടുത്ത ചോദ്യം, കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ മാനവികതയുടെ സ്വാധീനം വിലയിരുത്തുക. ഡിസ്ക്രൈബ് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദി ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. നവോത്ഥാന കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നിവയെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത്. ഒട്ടേറെ ശില്പികൾ, ചിത്രകാരന്മാർ, അതുപോലെ ഈ സാഹിത്യകാരന്മാരൊക്കെ അവരുടെ കൃതികൾ, അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളൊക്കെ വിശദീകരിച്ചെഴുതണം. അടുത്ത ചോദ്യം, മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന 3 സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കുക. പരിഗണിക്കേണ്ട മേഖലകൾ: 1 പുരോഹിതവർഗം, 2 പ്രഭുവർഗം, 3 കർഷകർ. എക്സ്പ്ലെയിൻ ദി 3 ഓർഡേഴ്സ് ഓഫ് യൂറോപ്യൻ സൊസൈറ്റി ഡ്യൂറിംഗ് മിഡീവൽ പീരീഡ്. 1 ക്ലർജി, 2 നോബിൾസ് ആൻഡ് 3 പെസൻസ്. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലുണ്ടായിരുന്ന 3 സാമൂഹ്യ വർഗങ്ങളെക്കുറിച്ച്, പുരോഹിതന്മാരെക്കുറിച്ചും പ്രഭുവർഗത്തെക്കുറിച്ചും കർഷകരെക്കുറിച്ചും ഒക്കെ വളരെ വിശദീകരിച്ച് എഴുതണം. നമ്മുടെ അവസാന ചോദ്യം, എസ്സേ 8 മാർക്കിൻ്റെ, താഴെ പറയുന്ന മേഖലകളിൽ വ്യാവസായിക വിപ്ലവം കൊണ്ടുവന്ന പ്രധാന കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും വിശകലനം ചെയ്യുക. 1 കൽക്കരി ഇരുമ്പ് വ്യവസായം, 2 പരുത്തി തുണി വ്യവസായം,
Analyze the major discoveries and changes that brought by the industrial revolution in the following fields. One, coal and iron industry. Second one, cotton textile industry. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി കൽക്കരി ഇരുമ്പ് വ്യാവസായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ പരുത്തി തുണി വ്യവസായ രംഗത്തുണ്ടായ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും വളരെ വിശദീകരിച്ച് എഴുതേണ്ടതാണ് ഈ എസ്സേ ചോദ്യത്തിന്. നമ്മളിവിടെ അവതരിപ്പിച്ച ഈ 160 മാർക്കിൻ്റെ മാതൃകാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കി എഴുതുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, നിശ്ചയമായും നിങ്ങൾക്ക് A+ മാർക്ക് ലഭിക്കാൻ വളരെ സഹായകരമായിരിക്കും ഈ മാതൃകാ ചോദ്യപേപ്പർ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, 160 മാർക്കിൻ്റെ ചോദ്യപേപ്പറിൽ 2.5 മണിക്കൂർ കൊണ്ട് പരമാവധി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി പരീക്ഷ എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ക്ലാസ് തൽക്കാലം നിർത്തുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.